ഒരു സോളോ ട്രിപ്പിൽ ഇത്രയധികം ഫ്രണ്ട്സിന് കിട്ടിയത് ആദ്യമായിട്ടാണ്. ഇത് വൈറ്റ് പപ്പായയുടെ ഒരു സോളോ അൺപ്ലാൻഡ് ട്രിപ്പാണ്. നമ്മുടെ ജേണി ആരംഭിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ മൈസൂരാണ്. സോ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ മൈസൂർ പോയി വരാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ജസ്റ്റ് KSRTC ത്രൂ കോഴിക്കോടാണ് വന്നത്. കോഴിക്കോട് നിന്ന് വയനാട് നിന്ന് ഗുണ്ടൽപേട്ട് നിന്ന് മൈസൂർ. ഇങ്ങനെയായിരുന്നു നമ്മുടെ ജേണി ഉണ്ടായിരുന്നത്. സോളോ ഒരു ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങി നമ്മുടെ കാര്യങ്ങൾ എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഈ യാത്ര ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഈ ബഡ്ജറ്റിൽ വന്ന എല്ലാ കാര്യങ്ങളും ചിലവുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലൊരു പ്ലാനിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലൊരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. KSRTC ത്രൂ ആണ് നമ്മുടെ ഭൂരിഭാഗം ട്രാവലിങ്ങും കംപ്ലീറ്റ് ആക്കിയത്. സോ വലിയൊരു താങ്ക്സ് KSRTCക്കും ഞാൻ ഇതിൻ്റെ ഒപ്പം പറയുന്നുണ്ട്. കാരണം നമ്മളെപ്പോഴുള്ള ഒരാൾ സോളോ ട്രിപ്പ് ചെയ്യുമ്പോൾ ആ യാത്രയിൽ ട്രാവലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് വേണമെങ്കിൽ എനിക്ക് എൻ്റെ സൗകര്യത്തിന് സമയത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ നീക്കിയിട്ട് നമുക്ക് അടുത്ത കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണോ KSRTC അതിൽ കയറിയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഈ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. യാതൊരു ടിക്കറ്റുകളോ മുൻകൂട്ടി ബുക്കിലും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതാണോ ബസ് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നത് അതിൽ ഞാൻ കയറുന്നു, ഒരു ഡെസ്റ്റിനേഷനിലെത്തുന്നു, അവിടുത്തെ കാര്യങ്ങളൊന്ന് എന്താണ് അനലൈസും കാര്യങ്ങളും മനസ്സിലാക്കുന്നു, എന്നിട്ടാണ് അടുത്ത ബസ്സിലേക്ക് കയറുന്നത്. ആ ഒരു മൈൻഡിലായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് എത്തിയ സമയം നിങ്ങൾക്ക് അവിടെ കുറച്ച് പ്രോഗ്രാംസോ കാര്യങ്ങളോ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കാഴ്ചകൾ കാണാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീ അനുസരിച്ച് അവിടെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ വയനാട് വരികയാണെങ്കിൽ വയനാടും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. അതുപോലെ മൈസൂർ, ഗുണ്ടൽപേട്ട് അവിടെ നിങ്ങളുടേതായ സമയങ്ങൾ കിട്ടും നിങ്ങൾ സോളോ ആയിട്ട് ട്രിപ്പ് പോകുമ്പോൾ. അതാണ് അവിടുത്തെ ഒരു ബെനിഫിറ്റ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ മൈസൂർ എത്തി കഴിഞ്ഞിട്ട് മൈസൂരിൽ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരുടെ ഒരു പാസ് എടുക്കുകയാണ് ചെയ്തത്. ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി 100 റുപ്പീസാണ് എനിക്ക് ചാർജ് വന്നത്. ദസറയുടെ അനുബന്ധിച്ചാന്ന് തോന്നുന്നു അവിടെ 100 റുപ്പീസാണ് ചാർജ് കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ അവിടെ തന്നെ എടുത്തൊരു സ്റ്റേയും ഞാൻ എടുക്കാൻ ചോദിച്ചു. പക്ഷേ നല്ല പൈസയായിരുന്നു, 2000 രൂപ സംതിങ് ആയിരുന്നു അന്ന് സ്റ്റേക്ക് പറഞ്ഞത്. സോ ഞാനൊരു ഫ്രഷ് അപ്പ് ജസ്റ്റ് 150 റുപ്പീസിനാണ് ചെയ്തത്. കാരണം എത്രയും ബഡ്ജറ്റിൽ ഒരാൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണം ആ ഒരു സംഭവമായിരുന്നു. പിന്നെ ഫുഡ് ഞാൻ ഒരുപാട് ഫുഡിന് വേണ്ടിയിട്ട് സമയം കളഞ്ഞില്ല, അതിനുവേണ്ടി കുറേ പൈസ കഴിഞ്ഞില്ല. കാരണം എൻ്റെ മുമ്പിൽ സമയം ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റും പിന്നെ ഏറ്റവും കുറവ് ഫുഡിനെ കഴിക്കുന്നത്. കാരണം നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ കുറേ ഫുഡ് കഴിച്ച് നമ്മുടെ വയറിന് പറ്റാത്ത രീതിയിലോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മിതമായ രീതിയിലാണ് ഫുഡിങ്ങിന് കെയറിങ് കൊടുത്തുള്ളൂ. ബാക്കി എല്ലാ മാക്സിമം സ്ഥലങ്ങൾ കാണാനും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ദസറ കാണാൻ പോകുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്നാണ് അവിടുത്തെ ഡ്രോൺ ഷോ. 3000-ലധികം ഡ്രോൺസ് ആകാശത്ത് അവരുടെ ഒരു സിസ്റ്റത്തിൻ്റെ സഹായത്തിലൂടെ അത് കറക്റ്റ് രീതിയിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ നമ്മളവിടെ എൻട്രി ഫീസ് വരെ ആ ടൈമിലുണ്ടായിരുന്നു. ബട്ട് നമുക്കതൊന്നും കൊടുക്കാതെ ഒരു രീതിയിൽ പുറത്ത് ഗ്രൗണ്ടിൽ ഇത്രയും നല്ല രീതിയിൽ അത് വ്യൂ ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ലക്കായിട്ട് കാണുന്നത്. പിന്നെ അവിടുത്തെ മെയിൻ മൈസൂർ പാലസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വിസിറ്റ് ചെയ്യാനും പറ്റിയെന്നുള്ള വലിയ കാര്യം. പിന്നെ മൈസൂർ പാലസ് ഒരു 10 മണി വരെ സംതിങ് എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇത്തിരി ഡിലേ ആയതുകൊണ്ട് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നല്ല രീതിയിൽ എൻജോയ് ചെയ്തവരാണ് ഈ ഡ്രോൺ ഷോ എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ ഇടയിൽ പോയൊരു സ്ഥലമാണ് പയാന മ്യൂസിയം. അത് കഴിഞ്ഞിട്ട് ഈ ഡ്രോൺ ഷോ വന്നു. ആ ഡ്രോൺ ഷോ കഴിഞ്ഞ അത്രയും ജനത്തിരക്കുണ്ടായിരുന്ന ഒരു ഏരിയ പറയാതിരിക്കാൻ പറ്റില്ല. തിരിച്ച് നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതും നമ്മൾ അവിടെ മൈസൂർ വന്നിട്ട് നമുക്ക് ഏതാണ് കംഫർട്ട് നോക്കി നമ്മൾ അവിടെ നിന്ന് ബസ്സിലാണ് നമ്മൾ തിരിച്ചും KSRTC ത്രൂ നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഒരു ബഡ്ജറ്റിൽ എല്ലാ സ്ഥലത്തേക്കും ട്രാവൽ ചെയ്യാൻ പറ്റും. അതൊരു അൺപ്ലാനഡ് ആകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അന്വേഷിക്കും, കുറേ സൗഹൃദങ്ങൾ ഫ്രഷ് കുറേ ആൾക്കാരായിട്ട് നമ്മൾ കണ്ടുമുട്ടും, അവരോട് സംസാരിക്കും. കണ്ടില്ലേ പാലസിലെ ലൈറ്റിങ്ങും കാര്യങ്ങളും, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് എക്സ്പീരിയൻസ് തന്നെ. അത് ഒരുപാട് എക്സ്പീരിയൻസ് തരുന്ന ഒരു കാര്യമാണ് ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അത് ഒരുപാട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ലൈക്ക് KSRTCക്ക് വേണ്ടിയിട്ട് പോകാൻ വരുമ്പോൾ റോഡിൻ്റെയൊക്കെ അവസ്ഥ ഇതായിരുന്നു. ബട്ട് നല്ലൊരു ഇതായിരുന്നു. ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മോർ വീഡിയോസ് ഫോളോ വൈറ്റ് പപ്പായ.